ഒരു യുണീക്ക് ആയിട്ടുള്ള ഹൊറർ ത്രില്ലർ തന്നെയായിരുന്നു ഓഡിറ്റി. കാരണം ഈ സിനിമയെ കുറിച്ചുള്ള റിവ്യൂസ് പല ഗ്രൂപ്പുകളിലും കണ്ടിരുന്നു. ആൻഡ് ഡിജിറ്റലി പടം റിലീസ് ആയിട്ടുണ്ട്, പെർട്ടിക്കുലർ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റോറി ആയാലും അല്ലെങ്കിൽ ഹൊറർ മൂവീസിന്റെ ആ യൂഷ്വൽ ടെംപ്ലേറ്റ് തന്നെയാണ്. പക്ഷെ മേക്കിംഗ് കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രത്യേകിച്ച് സൗണ്ട് ഡിസൈൻ. ഹൊറർ മൂവീസിനെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു പെർട്ടിക്കുലർ സീനിലൊക്കെ നമുക്ക് കാണുന്ന ആ ഒരു ഓഡിയൻസിന് ശരിക്കും ആ ഒരു ഫീൽ അവിടെ കിട്ടണം. ഒരു ഹൊറർ മൂവിയാണ് കാണുന്നതെന്നുള്ള ഫീൽ കിട്ടണം. ആൻഡ് ഈ സിനിമയിൽ പല സീനുകളിലും അത് നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില സീനുകളിലൊക്കെ ചില സൈലൻസുകളായാലും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ചില ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള BGM ആയാലും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ അവിടെ കിട്ടുന്നുണ്ട്. ഓ, ഇതെന്തോ നെക്സ്റ്റ് മൊമെന്റ് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതൊക്കെ. ആൻഡ് ഒരുപാട് ജംപ് സ്കെയർ സീൻസ് ഒന്നും ഈ സിനിമയിൽ ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് തന്നെ സിനിമ നമ്മളെ ഹുക്ക് ചെയ്തിരുത്തുന്നുണ്ട് പല സീനുകളിലും. പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലതിലും നമുക്കൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുമല്ലോ. അത് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതിന്റെ ക്രൂവിന് സാധിച്ചിട്ടുണ്ട്. കാരണം പടം കാണുമ്പോൾ തന്നെ പലയിടത്തും ഇവരിതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടും ഒരു അസൈലും ആണ്. ആൻഡ് ഈ രണ്ട് സ്ഥലങ്ങളെയും ഫോക്കസ് ചെയ്യുമ്പോൾ പലയിടത്തും നമുക്കൊരു എന്തോ എവിടെ ഒരു തകരാറ് പോലെ എന്നൊക്കെ പറയുമല്ലോ, ശരിക്കും ആ ഒരു ഫീല് നമുക്ക് പലയിടത്തും കിട്ടിയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ ആകെ കൂടി കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുള്ളൂ. പക്ഷേ ഈ 4-5 ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സിനിമയുടെ സ്റ്റോറി പറഞ്ഞു പോയിട്ടുണ്ട്. പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു രീതിയിലുള്ള ലാഗും എവിടെയും തോന്നിയിരുന്നില്ല. മെയിൻ ആയിട്ട് പറയേണ്ടത് ആ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാരണം. സ്റ്റോറി പലയിടങ്ങളിലും പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും ശരിക്കും ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് എന്തായാലും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ് ഓഡിറ്റി. നിങ്ങളൊരു ഹൊറർ ത്രില്ലർ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. മെയിൻലി വീട്ടിലൊരു നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഇരുന്ന് കാണാം. കാരണം ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പടം കാണാനിരിക്കുക. കാരണം ഇത് അറിയാലോ, കാരണം ഇത്രയും നല്ല രീതിയിൽ ഓഡിയോ ആൻഡ് അതുപോലെ തന്നെ അത്രയും നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന മൂവി ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പോസ് ചെയ്തും പ്ലേ ചെയ്തിട്ടും കാണുകയാണെങ്കിൽ അതിന് മൊത്തത്തിലുള്ള ഫീല് കിട്ടണമെന്നില്ല. സോ എന്തായാലും കണ്ടു നോക്കുക. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എന്തായാലും ഈ പടം തിയേറ്ററിൽ റിലീസ് ആയിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു തിയേറ്റർ മെറ്റീരിയൽ ആവേണ്ടിയിരുന്ന ഒരു പടം തന്നെയാണ്. നിങ്ങൾ എന്തായാലും പടം കണ്ടു നോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണും.